ഞാനിന്നൊരു ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഉഴുന്ന് ഒരു ഗ്ലാസ് ഉഴുന്ന് കഴുകി കുതിർന്ന് 3 മണിക്കൂർ കുതിർന്നതാണ്. കഴുകി നന്നായിട്ട് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ബ്രെഡ് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പൊടിച്ചെടുക്കണം, ഉഴുന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡ് പൊടിച്ചിട്ട് വരാം. നമുക്ക് ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കാം. അധികം വെള്ളമായി പോകരുത്. അധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. അപ്പം നമ്മൾ ഇച്ചിരി ഒന്നുകൂടെ അരച്ചിട്ട് വരാം. ഇത് നമ്മൾ അരച്ചിട്ടുണ്ട്. ലേശം തരങ്ങ് വേണം കേട്ടോ, തരങ്ങോട് കൂടി വേണം ഇരിക്കാൻ. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിന് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നന്നായിട്ടല്ല, ആവശ്യത്തിന് അരഞ്ഞിട്ടുണ്ട്. ചെറിയ തരങ്ങോട് കൂടിയിട്ട് അരഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം മതി കേട്ടോ. ഇത് കൂടുതൽ വെള്ളമായാൽ എണ്ണ കുടിക്കും. ഉഴുന്നരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചെറുള്ളി വട്ടത്തിൽ എരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഒരു പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ മറന്നുപോയി, നമുക്കൊരു ലേശം റവ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ. ഞാനിതിപ്പോൾ ഒരു 10-20 മിനിറ്റ് ബീറ്റ് ചെയ്തു. നമുക്ക് അടച്ച് 1 മണിക്കൂർ വയ്ക്കാം. നമ്മുടെ മാവിടെ ശരിക്കും പൊന്തിയിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ മുകളിലായി. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് ആദ്യം കുറച്ചെടുത്തിട്ട് കൈ നനയ്ക്കണം കേട്ടോ, നനച്ചിട്ട് വേണം എടുക്കാൻ. നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാം. കൈ വെച്ച് ആകുമ്പോൾ വെറുതെ കുറേ വേസ്റ്റ് ആവും. അപ്പം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് റൊട്ടിപ്പൊടി തോന്നി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് എടുക്കാം. എടുത്തിട്ട് കൈ വെച്ചൊരു ഹോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. പൊടിയിലിടുമ്പം കുറച്ച് പൊടി കുറേ എണ്ണയിലായിട്ട് കരിഞ്ഞു. നമ്മുടെ വടകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. സോഫ്റ്റാണ്, ക്രിസ്പിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.